Hi, I am Roger Zeus, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025-ൽ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിലേക്ക് MBBS കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. CMC വെല്ലൂർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസാണ്. പക്ഷേ 84,000 റുപ്പീസ് മാത്രമാണ് ആനുവൽ ഫീസ് വരിക. ഈ ക്യാമ്പസിലേക്ക് CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിലേക്ക് ഒരു MBBS കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ 3 സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റായ admissions.cmcvellur.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഈ മാർച്ച് 28-ന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതിനോടൊപ്പം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ആ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് CMC വെല്ലൂരിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് CMC വെല്ലൂരിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. രണ്ടാമത് നീറ്റ് എക്സാമിനേഷൻ എഴുതുക. തേർഡ് വൺ, നീറ്റിൻ്റെ സ്കോർ വന്നു കഴിയുമ്പോൾ എഗെയിൻ തമിഴ്നാട്ടിലെ അഡ്മിഷൻ ലഭിക്കാനുള്ള തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ tnmedicalselection.org എന്ന വെബ്സൈറ്റിലൂടെ CMC വെല്ലൂരിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ 3 സ്റ്റെപ്പുകളാണ്. CMC വെല്ലൂരിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, രണ്ടാമതായിട്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതുക, മൂന്നാമതായിട്ട് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ 3 പ്രോസസ്സിങ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് തമിഴ്നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഒന്നായ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന് ആദ്യത്തെ സ്റ്റെപ്പായ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 28 എന്ന് നാം കണ്ടു. ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. 2 ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്, സിഗ്നേച്ചറും ഫോട്ടോയും. അപ്ലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം റിസർവേഷൻ വരുന്ന കാറ്റഗറി ആണെങ്കിൽ, റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിൽ ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. അതിൽ 50 സീറ്റുകൾ എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലെ റിസർവേഷനുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ള 50 സീറ്റ് മാത്രമാണ് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ആ 50 സീറ്റിൽ 2 സീറ്റാണ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത്. 38 സീറ്റുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം ക്രിസ്ത്യൻ കാറ്റഗറിയിൽ തന്നെ യാക്കോബായ, മാർത്തോമ, CSI ഈ 3 കാറ്റഗറിയിലുള്ളവർക്കാണ് റിസർവേഷൻസ് കൂടുതലായി കൺസിഡർ ചെയ്യുക. ഈ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ അവർക്കുള്ള ഡോക്യുമെൻസുകൾ കൃത്യമായി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസ്പെക്ടസിലുള്ള അനക്ഷർ 4 ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും റിലീജിയസ് കമ്മ്യൂണിറ്റി മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഈ 3 ഡോക്യുമെൻസുകൾ നമ്മുടെ ഏതാണോ ഈ 3 കമ്മ്യൂണിറ്റിയുടെ ചർച്ച് എവിടെയാണോ ആ ചർച്ചിൽ നിന്നുള്ള സിഗ്നേച്ചറൊക്കെ വാങ്ങി ബൈ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 25-ന് മുമ്പായിട്ട് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഏപ്രിൽ 25-ന് മുമ്പായി ബൈ പോസ്റ്റൽ CMCയിലേക്ക് നാം അയച്ചു കൊടുക്കുകയും വേണം. ഇനി റിമൈനിങ് വരുന്ന 10 സീറ്റുകൾ എന്ന് പറയുന്നത് CMC വെല്ലൂരിലെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ 2 സീറ്റാണ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത്. ആ 2 സീറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ മുസ്ലിം കമ്മ്യൂണിറ്റിയോ ഈഴവ കമ്മ്യൂണിറ്റിയോ ജനറൽ കാറ്റഗറിയോ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത് ആ 2 സീറ്റിലേക്കാണ്. അതർ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ബാക്കി 38 സീറ്റ് വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി ഈ 3 കാറ്റഗറിയിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടും 10 സീറ്റ് ആ CMC വെല്ലൂരിലെ സ്റ്റാഫിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ്. ബാക്കി വരുന്ന 50 സീറ്റുകൾ തമിഴ്നാട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന ഈ ടോട്ടൽ 100 സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇവിടുത്തെ മെറിറ്റ് എന്ന് പറയുന്നത് അവിടെ 2 സീറ്റേ ഉള്ളോ എന്ന് നോക്കണ്ട, നാം ആപ്ലിക്കേഷൻ കൊടുത്തിടുക. കാര്യം നീറ്റ് എക്സാമിനേഷനിലൂടെ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ 84,000 റുപ്പീസ് മാത്രമാണ് ഈ ക്യാമ്പസിൻ്റെ 1 ഇയർ ഫീസ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ നമ്മൾ പറഞ്ഞ ഈ 3 സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് നീങ്ങുകയും വേണം. ഈ CMC വെല്ലൂരിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കുന്നു. അതിനുശേഷം തമിഴ്നാടിൻ്റെ
ജൂൺ എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ ജൂണിൽ CMC വെല്ലൂരിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള തമിഴ്നാടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൂടെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിൽ MBBS കൂടാതെ വേറെ 7 കോഴ്സുകളും കൂടെയുണ്ട്. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് MBBS കൂടാതെ ബാക്കിയുള്ള കോഴ്സിലേക്ക് നമ്മെ കൺസിഡർ ചെയ്യണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അവിടെയുള്ള BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ കോഴ്സിന് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ MBBS കോഴ്സിലാണ് നമ്മെ കൺസിഡർ ചെയ്യണമെങ്കിൽ 1200 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. അത് കൂടാതെ ഏതൊക്കെ കോഴ്സിലേക്ക് നമ്മെ സെലക്ട് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 500 റുപ്പീസും ആപ്ലിക്കേഷൻ ഫീസ് നാം റെമിറ്റ് ചെയ്യണം. ഇനി ഈ ബാക്കി വരുന്ന 7 കോഴ്സുകളിലേക്ക് നീറ്റിന്റെ സ്കോർ വെച്ചിട്ടല്ല അഡ്മിഷൻ എടുക്കുന്നത്. അതിന് CMC വെല്ലൂരിന്റെ ക്യാമ്പസിൽ തന്നെ നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിന്റെ ഡേറ്റുകൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ആ 7 കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ടെസ്റ്റുകൾ എഴുതി പാസ്സായാൽ നമുക്ക് ആ കോഴ്സുകളിൽ CMC വെല്ലൂർ പഠിക്കുകയും ചെയ്യാം. നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാം, നീറ്റ് എന്നൊരു എക്സാമിനേഷനിലൂടെ ഇന്ത്യ മുഴുവനുള്ള MBBSനും BDSനും അഡ്മിഷൻ ലഭിക്കുന്നതിനോടൊപ്പം ഓരോ സ്റ്റേറ്റ് വൈസ് വരുന്ന ബാക്കിയുള്ള കോഴ്സുകൾ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി, ഇങ്ങനെ BSc നഴ്സിംഗ് പോലെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എയിംസുകളുടെ ക്യാമ്പസിലൊക്കെ നമുക്ക് നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് നോക്കുന്നത്. അങ്ങനെ ഒത്തിരി ക്യാമ്പസുകളിൽ നീറ്റിൻ്റെ സ്കോർ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ സെക്ടറിൽ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാം തന്നെയാണ് നാം ഇതിനൊക്കെ എഴുതേണ്ടത്. ഇതിനോടൊപ്പം ഡിഫറെൻറ്റ് ക്യാമ്പസുകളിലേക്കും നാം ഓപ്ഷൻ കൊടുക്കുന്നതിലൂടെ നമുക്കൊരു മികച്ച ക്യാമ്പസ്, അത് MBBS ആവട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഉറപ്പാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഡേറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇതിനോടൊപ്പം ആൽഫയുടെ ക്യാമ്പസിലോ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോ ക്യാമ്പസിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ക്യാമ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പുറത്തുനിന്നുള്ള ഏത് വിദ്യാർത്ഥികൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ആൽഫയുടെ ക്യാമ്പസിൽ വരാം. ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനൊക്കെ ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നാം പഠിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ്. നന്നായി പഠിച്ചൊരുങ്ങുക. പരീക്ഷ അടുത്തുകൊണ്ടേയിരിക്കുന്നു. മോഡൽ എക്സാം എഴുതി നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഈ സമയത്തൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ക്രാഷ് കോഴ്സ്, ഓൺലൈൻ ക്രാഷ് കോഴ്സോ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സോ ഏതുമാവട്ടെ, ഇതിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾ +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഏറ്റവും മികച്ച ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആലപ്പുഴയിലുള്ള ആൽഫ അക്കാഡമിയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ട് 2 വർഷം നന്നായി പഠിച്ച് ഇതേപോലുള്ള പരീക്ഷകൾക്ക് ഏറ്റവും നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.